അങ്ങനെ ഒരു ഓണക്കാലം കൂടി വന്നു അല്ലേ. അപ്പോൾ രാവിലെ തന്നെ പൂവിടാൻ വേണ്ടി എണീറ്റതാണ്. ഇന്നലെ ഞാൻ അത്തക്കളമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിന്ന് അധികം പൂവൊന്നും ഇടുന്നില്ല. വീട്ടിൽ തന്നെ നമ്മുടെ തുളസിയും പിന്നെ ഇത് ഈ മഞ്ഞപ്പൂവൊക്കെ കൂടിയിട്ടൊരു ചെറിയൊരു അത്തപ്പൂക്കളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇട്ട് നോക്കാം. ഞാനിൽ എക്സ്പേർട്ടൊന്നല്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കരിയും ചാണകമൊക്കെ വെച്ചിട്ട് അത്തക്കളം ഒന്ന് നന്നായിട്ട് മെഴുകിയെടുക്കുന്നുണ്ട്. എനിക്ക് ചെറുപ്പം തൊട്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വല്ലാത്ത ഇഷ്ടമാണ് കേട്ടോ. ഈ ചാണകം എടുത്ത് മെഴുകാനും ഈ അടുപ്പൊക്കെ നല്ല മെഴുകി റെഡിയാക്കാനും അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആണ്. അപ്പം ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഈ തുളസിക്കതിര് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ മഞ്ഞപ്പൂവ് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. എനിക്കിങ്ങനെ ചിത്രം വരയ്ക്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ചേച്ചി നന്നായിട്ട് ഇതൊക്കെ ചെയ്യും. ചേച്ചിക്കാണെങ്കിൽ അത്തടാനും അതിൻ്റെ ഡിസൈനൊക്കെ വരയ്ക്കാനാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഒക്കെ ആട്ടോ. ഈ ഒരു നിമിഷത്തിൽ ഞാൻ എൻ്റെ ചേച്ചീനെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് മലയാളികൾക്ക് ഓണം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു വികാരമാണല്ലോ. ഈ പ്രാവശ്യം 11 ദിവസം കഴിയുമ്പോഴാണ് തിരുവോണം വരിക. അത് എന്താ അറിയില്ല, ഞാൻ അതൊരു കൺഫ്യൂഷനിലായിരുന്നു. ഇടണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ എന്തായാലും ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ അത്തപ്പൂക്കളെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.